ഹലോ മക്കളെ സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സൗണ്ട് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ്സും ഇതൊക്കെ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് എന്ത് സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ തരേണ്ടതായിരുന്നു, പക്ഷെ ഇന്നലെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ഒരു കാര്യം പഠിക്കാം. എന്താണ് എപ്പോഴൊന്നും ഉണ്ടാവില്ല, എന്നാൽ പോലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന്, സ്ട്രക്ചർ ഓഫ് ആർട്ടിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇക്വിലിബ്രിയത്തിനും ആ PHO കാണാനുണ്ട്. അത് നമ്മൾ ജസീൽ സാറ് സെറ്റാക്കിയിട്ടുണ്ടാവും. സാറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് സാറ്, അത് കാണാം. പക്ഷേ അതൊന്നും വലിയ പ്രശ്നമല്ല നമുക്ക്, അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇതത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് പാളിപ്പോവാറ്. ചെയ്യാനൊക്കെ അറിയെങ്കിലും പാളിപ്പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പാളാതിരിക്കാൻ ഇതത്തെ എല്ലാ പ്രോബ്ലംസും, ഇതിപ്പോൾ ഒരു സീരീസാണ്. റിപ്പീറ്റഡ് ന്യൂമറിക്കൽസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽസ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ ഇനി വരുന്നതിൽ എന്താണ്, കുറച്ച് ടഫായിട്ടുള്ള ന്യൂമറിക്കൽസ് കൂടി ഇട്ടിട്ട് ഒരു വീഡിയോ കൂടി ഉണ്ടാവും. പിന്നെ ചിലർ പറയും സാറേ മടുത്തു, ജീവിതം മടുത്തു. മക്കളെ, ജീവിതം മടുക്കാനൊന്നും നിങ്ങൾക്ക് ആയിട്ടില്ല. ഇപ്പം ഇന്നാളൊരു കുട്ടി ഇത് ആത്മഹത്യ ചെയ്തു, സയൻസ് പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അത് വാർത്ത കേൾക്കുമ്പോൾ നമുക്കാണ് എന്ത് സങ്കടം വരുന്നത്. കാരണം നമ്മൾ പഠിപ്പിക്കുന്നില്ലേ പോലും നമ്മൾ അതിൻ്റെ ഒരു അധ്യാപകനാണല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരിക്കലും ഒരു അവസാനമല്ല. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങളിതുപോലത്തെ ഈ ഒരു എക്സാം കൊണ്ട് നിങ്ങളുടെ ജീവിതം കഴിയണമെന്നില്ല. ഇനിയും ഇഷ്ടംപോലെ എക്സാമുകളും ഇഷ്ടംപോലെ സന്തോഷങ്ങളൊക്കെ ജീവിതത്തിൽ വരാനുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എന്താ മക്കളെ, മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒരു കൊല്ലം മാക്സിമം നമ്മൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരുടെ മനസ്സിലും ഉണ്ടാവില്ല. എന്തായാലും ഒരു ദിവസം മരിക്കണം. എന്നാൽ ജീവിക്കാൻ അവസരം കിട്ടുന്നത്ര ജീവിച്ചൂടെ, കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അത് ജീവിച്ചൂടെ അടിപൊളിയായിട്ട് മക്കളെ കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടെ ഡ്യൂട്ടി പക്കയായിട്ട് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ വരുന്നിടത്ത് വരട്ടെ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇതേ പറയുള്ളൂ. എക്സാം ടൈറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല, അത് കേരളം മൊത്തം ടൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാത്രമല്ല ടൈറ്റ്. പിന്നെ ചിലപ്പോൾ നമുക്ക് എഴുതാൻ പറ്റില്ല, നമ്മുടെ മൂഡിനനുസരിച്ചും നമ്മുടെ ഇതിനനുസരിച്ചൊക്കെ മാറും. നമ്മൾ ആൻസർ ചെയ്യുന്നതൊക്കെ മാറും. അതൊക്കെ എല്ലാവർക്കും ഉണ്ടടാ. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടംപോലെ എക്സാമുകൾ, ഈ +1 എക്സാം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ഇനിയും ഇഷ്ടംപോലെ എക്സാമുകളുണ്ട്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് കെമിസ്ട്രിയിൽ മാത്രം A+ ഇല്ല. കെമിസ്ട്രിയിൽ A+ ഇല്ല. നന്നായിട്ട് എഴുതിയത് കെമിസ്ട്രി ആയിരുന്നു, പക്ഷേ കെമിസ്ട്രിയിൽ എക്സാം ഇല്ല. A+ ഇല്ല മക്കളെ. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. +1 എനിക്ക് കെമിസ്ട്രിയിൽ ഫുൾ മാർക്കാണ്. ഇപ്പം ഞാൻ കെമിസ്ട്രീൻ്റെ അധ്യാപകനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ. നമ്മൾ ഒരു വട്ടം തളർന്നു വെച്ചിട്ട് അതോടുകൂടി ലോകം അവസാനിക്കുന്നില്ല. വീണ്ടും നമുക്ക് ഇനിയും അവസരങ്ങൾ വരും. നമ്മൾ ആരാന്ന് കാട്ടിക്കൊടുക്കാനുള്ള അവസരങ്ങൾ അവിടെ നിങ്ങൾ അടിപൊളിയാക്കും മക്കളെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ പറയുന്നില്ല. ഇനി അങ്ങനത്തെ ഒരു സംസാരമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സംസാരം, മടുത്തു എന്ന് പറയുന്നൊരു സംസാരം ഇനി ഇല്ല കേട്ടോ. ഓക്കെ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒരു ചോദ്യമാണ് അല്ലേ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചുള്ള ചോദ്യം. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ? ΔU = Q + W അല്ലേ. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹീറ്റ് എനർജിയാണ്. W എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ അല്ലേ. Q അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ Q കൂടി വരും, പോസിറ്റീവ് ആവും. അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ കൂടും, സിസ്റ്റം അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ കൂടും. എമിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറയും അല്ലേ. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ, സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞു വരും. അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ഓൺ സിസ്റ്റത്തിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കണം. അത് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. ഈ ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് അറിയാം. നോക്കി നിങ്ങൾ, ഡിഫറൻസ് ഇൻ എനർജി ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അത് ΔU ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇഫ് 100 kJ ഓഫ് എനർജി ഈസ് റേഡിയേറ്റഡ് ഔട്ട് വിത്തൗട്ട് ഡൂയിങ് എനി വർക്ക്. വിത്തൗട്ട് ഡൂയിങ് എനി വർക്ക് എന്ന് പറയുമ്പോൾ W 0 ആണ്. എനർജി 100 kJ അല്ലേ. അപ്പോൾ 100 kJ. പക്ഷെ ഒരു ശ്രദ്ധിക്കണം, റേഡിയേറ്റഡ് ഔട്ടാണ്. റേഡിയേറ്റഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു, എമിറ്റ് ചെയ്തു എന്നുള്ള അർത്ഥമല്ലേ. എമിറ്റ് ചെയ്യുകയാണെങ്കിൽ മൂപ്പര കയ്യിലുള്ളതൊക്കെ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ മൂപ്പര കയ്യിലുള്ളത് കുറഞ്ഞു വരില്ലേ. സോ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ആണ്. സോ നെഗറ്റീവ് ആയിരിക്കും വരിക കേട്ടോ. ഇനി നെഗറ്റീവും പോസിറ്റീവും ഒക്കെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇന്നാൾ ചെയ്ത 3 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. റെഡോക്സും തെർമോഡൈനാമിക്സും ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ പോയിട്ട് നോക്കാം. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? -100 kJ എന്ന് പറഞ്ഞതായിരിക്കും വരിക കേട്ടോ. -100 kJ ആയിരിക്കും വരിക. ഒരു മൈനസും കൂടി വരും, വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ ആണല്ലോ, വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്.
നിങ്ങൾ എല്ലാവരും ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനത്തെ ചോദ്യങ്ങൾ അധികം വരാറില്ല കേട്ടോ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇപ്പോൾ മോഡൽ എക്സാമിനൊന്നും വന്നു, ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ അങ്ങനെ വരാറുണ്ടായിരുന്നില്ല കുറച്ച് കാലമായിട്ട്. അപ്പോൾ മോഡൽ എക്സാമിന് ഇപ്പോൾ ഇന്ന് കയറി വന്നു, അപ്പോൾ നമുക്കൊരു ഇതുണ്ടായിരുന്നു. നല്ല ഇവിടെ കണ്ടു, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എന്താ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. എൻതാൽപ്പി എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി റിയാക്ഷൻ ഈസ് 40യും 108. എന്നിട്ട് ഫീസിബിൾ അറ്റ് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചറിൽ ഈ റിയാക്ഷൻ ഫീസിബിൾ ആണോ? എന്താ ഫീസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ആണോ എന്നാണ് അർത്ഥം. സ്പോണ്ടേനിയസ് ആണോ അല്ലയോ അതാണ് അറിയേണ്ടത്. അങ്ങനെ സ്പോണ്ടേനിയസ് ആണോ എന്ന് അറിയണമെങ്കിൽ ഡെൽറ്റ ജി നമ്മൾ പഠിക്കുന്നുണ്ട്. ഡെൽറ്റ ജിയുടെ വാല്യൂ അല്ലേ, ഡെൽറ്റ ജിയുടെ വാല്യൂ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുമ്പോഴാണ് സ്പോണ്ടേനിയസ് അല്ലേ, നമ്മൾ പഠിക്കുന്ന സാധനം. ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോഴാണ് സ്പോണ്ടേനിയസ് ആവുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഡെൽറ്റ ജിയുടെ വാല്യൂ സ്പോണ്ടേനിയസ് ആകുമ്പോഴാണ് നമ്മൾ സ്പോണ്ടേനിയസ് ആവുന്നത്. അപ്പോൾ ഇവിടെ ഡെൽറ്റ ജിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ. ഡെൽറ്റ ജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു എന്താ, ഗോ ഹീറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ. ഇതിലാ ഡെൽറ്റ ഒഴുകി കഴിഞ്ഞാൽ ഗോൾ അടിച്ചു, ഹിറ്റ്സ് ഈ ഒന്ന് ചെരിച്ചിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഡെൽറ്റ എടുക്കുമ്പോൾ പ്രഷറിനും ടെമ്പറേച്ചറിനും ഡെൽറ്റ കൊടുക്കരുത്, ബാക്കിയുള്ളതിനൊക്കെ ഡെൽറ്റ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഡെൽറ്റ വെച്ചിട്ടുള്ള ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഓക്കെ. ടെമ്പറേച്ചർ ഡെൽറ്റ വരുന്നത് ഹീറ്റ് കപ്പാസിറ്റിയിൽ മാത്രമേ ഉള്ളൂ. സോ ഇനി ഓരോ വാല്യൂസ് ഇവിടെ കൊടുക്കണം. പക്ഷേ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ഇവിടെ കിലോ ജൂളിലാണ് കൊടുത്തുള്ളത് അല്ലേ. എന്താൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് 40 കിലോ ജൂളാണ്. അപ്പോൾ അതിനെ മാറ്റണം, കിലോ ജൂളിൽ നിന്ന് ജൂളിക്ക് മാറ്റാം. കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ കേട്ടോ. കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ അപ്പോൾ അതുകൊണ്ട് 10⁻1000 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 40.63 ഇൻറ്റു 10⁻³ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 40 ഇത് കിട്ടും. ഇതാണ് ഡെൽറ്റ ജി, സോറി ഡെൽറ്റ എച്ച്. അപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ കിട്ടി 40.63 ഓക്കെ. മൈനസ് ടെമ്പറേച്ചർ എത്ര 27 ആണ്, അതിനെ മാറ്റണം 300 ആവും അല്ലേ. 27 ഇപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി ഇൻറ്റു 108. ഇവിടെ ജൂൾ തന്നെയല്ല, അതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല. ജൂൾ പെർ കെൽവിൻ പെർ മോൾ തന്നെയാണ് അല്ലേ. അപ്പോൾ 108.8 ഇത് ചെയ്താൽ നമുക്ക് ആൻസറായി. ഇത് ചെയ്താൽ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് അല്ല, നോൺ സ്പോണ്ടേനിയസ് ആണ്. ഈ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയണം ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. കിട്ടുന്ന വാല്യൂ ഇതാണ് കിട്ടുന്നത് 7990 ജൂൾ പെർ സെക്കൻഡ്. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് ഈ റിയാക്ഷൻ എന്താണ്, നോൺ സ്പോണ്ടേനിയസ് ആണ്. അയ്യോ ഇത് പോയോ, ഓക്കെ. റിയാക്ഷൻ എന്താണ്, നോൺ സ്പോണ്ടേനിയസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത് സെറ്റ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞൊരു ടേം കണ്ടു കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ ടേം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ജി കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും ഡെൽറ്റ ജിയും കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു എന്താണ്, -2.303 RT log K എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. RT log K എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. -2.303 RT log K. ഈ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ഇതിൽ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഇതാണ്. ടെമ്പറേച്ചർ ഇവിടെ ഉണ്ട്, ഓക്കെ. ടെമ്പറേച്ചർ ഉണ്ട്, ആറിൻ്റെ വാല്യൂ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ആറിൻ്റെ വാല്യൂ ബ്രാക്കറ്റിലുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് വാല്യൂ ഇതാ കൊടുത്തിട്ടുണ്ട്, ഇതാ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡയറക്റ്റ് കൺവേർട്ട് ചെയ്താൽ മതി. എങ്ങനെയാണ്, -2.303 8.314 ഇൻറ്റു 298 ഇൻറ്റു ലോഗ് 2.47 ഇൻറ്റു 10⁻⁻29 അല്ലേ. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അവിടെ ചെയ്തിട്ടുണ്ട്, ആൻസർ 3 ആയിരിക്കും വരിക കേട്ടോ. 3 ആയിരിക്കും. ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. 163.228 എന്ന് പറഞ്ഞ ആൻസറാണ് വരിക. ഇവിടെ ഇങ്ങനെ ആയാലും ജൂൾ പെർ മോൾ ആയിരിക്കും കേട്ടോ. ജൂൾ പെർ മോൾ കേട്ടോ. ഇവിടെ എല്ലാത്തിൻ്റെയും മക്കളെ ശ്രദ്ധിക്കണേ. ഇവിടെ ഞാൻ പറഞ്ഞ ആ വർക്കിൻ്റെത് പിന്നെ ജൂളാണ്. വർക്കിൻ്റെത് ജൂളായിട്ടാണ് എടുക്കുക. ജൂളാണ് യൂണിറ്റ് വരുന്നത്. നിങ്ങൾക്ക് അറിയാലോ, വർക്കിൻ്റെ ജൂളായിരിക്കും. ഇവിടെ വർക്കിൻ്റെ അല്ലേ ജൂളാണ്. പിന്നെ ഇവിടെ എന്താ, അവിടെ പിന്നെ കിലോ ജൂൾ ആയതുകൊണ്ട് ഇത് കിലോ ജൂളിലായതുകൊണ്ട് മറ്റതും കിലോ ജൂളിലായിരിക്കും, പ്രശ്നമില്ല. പിന്നെ ഏതാ യൂണിറ്റ് ഏതാ, ഇതിൻ്റെത് ജൂൾ പെർ മോൾ ആയിരിക്കും കേട്ടോ. നമ്മൾ എൻട്രോപ്പീൻ്റെതും എൻട്രോപ്പീൻ്റെതില്ല, എൻതാൽപ്പി, ഗിബ്സ് എനർജി, അതുപോലെ തന്നെ ഇൻറ്റേർണൽ എനർജി, ഇതിൻ്റെയൊക്കെ ജൂൾ പെർ മോൾ ആയിരിക്കും കേട്ടോ. ജൂളിക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഓക്കെ സെറ്റ്. അപ്പോൾ അതൊക്കെ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ മുന്നേ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചത്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ.
പുറത്തുനിന്നൊന്നുമില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പ്രോബ്ലംസൊക്കെ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, സെറ്റ് ചെയ്യാം. എന്നാൽ നോക്കാം നമ്മൾ. ഇതിങ്ങനൊരു ഇക്വേഷൻ തരും, എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. എന്ത് കണ്ടുപിടിക്കാൻ പറയും? റിയാക്ഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ പറയും. നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫോർമേഷൻ എൻതാൽപ്പി തന്നിട്ടുണ്ടാവും. അത് പ്രോഡക്റ്റിൻ്റെ മൊത്തം അങ്ങോട്ട് കൂട്ടുക. പ്രൊഡക്റ്റിൻ്റെ മൊത്തം അങ്ങോട്ട് കൂട്ടിയിട്ട് റിയാക്റ്റൻ്റെയും മൊത്തം അങ്ങോട്ട് കൂട്ടിയിട്ട് പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടിയതെന്നും റിയാക്റ്റൻ്റ് കിട്ടിയത് മൈനസ് അങ്ങോട്ട് ചെയ്യുക. അത്രേ ചെയ്യേണ്ട പരിപാടിയുള്ളൂ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം പ്രൊഡക്റ്റ് ആരാ? N2O ഇവിടെ നോക്കി, ഇതല്ലേ N2Oൻ്റെ വാല്യൂ ഇതല്ലേ. അപ്പോൾ ആദ്യം 81 പ്ലസ് ഇനി CO2ൻ്റെ എത്രയാ? -393 അല്ലേ, -393 എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഒരു CO2 അല്ല, 3 CO2 ഉണ്ട്. സോ ഇൻറ്റു 3. അപ്പം ഇതാണ് പ്രൊഡക്റ്റിൻ്റെ മൊത്തം സമ്മ്. മൈനസ് റിയാക്റ്റൻ്റെതോ N2O എന്ന് പറയുമ്പോൾ എന്താണ്? N2O4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 9.7 പ്ലസ് CO എന്ന് പറയുമ്പോൾ എത്രയാണ്? -110. COക്ക് 3 കൂടി ഇല്ലേ, 3 മോൾസ് ഇല്ലേ, അപ്പോൾ ഇൻറ്റു 3 കേട്ടോ. ഇൻറ്റു 3 കാണുന്നില്ലേ? ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ കറക്റ്റ് അല്ലല്ലോ. ഓക്കെ, ഇൻറ്റു 3 കേട്ടോ. ഓക്കെ, 1 മിനിറ്റ്. ഈ ഒരു ഭാഗം ഞാനൊന്നുകൂടി എഴുതാം. ഏതാണ്? N2O4 9.7 പ്ലസ് 3 ഇൻറ്റു COൻ്റെത് എത്രയാണ്? -110.0. ഇത് ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 7 3 × 10⁻1 × 3 9.73 × -110 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് -777 ഇൻറ്റു 10⁻³ കേട്ടോ, ഇൻറ്റു 10⁻³ ജൂൾ പെർ മോൾ എന്ന് വരും കേട്ടോ. ആൾമോസ്റ്റ് ഇത്ര വരും കേട്ടോ, ഏകദേശം ഒരു ഇത്ര വരും. -777 പോയിൻറ്റ് ഏതെങ്കിലും ഒരു വാല്യൂ വരും, അല്ലെങ്കിൽ -777 ഇനിയൊരു 3 സ്ഥാനം കൂടി അപ്പുറത്തുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. നിങ്ങളിതിൽ എടുത്തൊന്ന് എൻ്റെ കൂടെ ചെയ്ത് നോക്കുക, അത് മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ. എൻ്റെ കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. ഓക്കെ, സെറ്റാണേ മക്കളെ, സെറ്റാണേ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.